മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും ലൈംഗിക പീഡനവും നടത്തിയ കേസിൽ റാക്കറ്റിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇടപാടുകാർക്ക് നൽകി ഡീൽ ഉറപ്പിച്ചതായി സൂചിപ്പിക്കുന്ന മുഖ്യപ്രതി സിന്ധുവിന്റേതെന്ന് പറയുന്ന വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് പുറത്തുവന്നു. അതിനിടെ സിന്ധുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തുകയും യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിക്കുകയും ചെയ്ത കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള സിന്ധുവിനെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. മുംബൈയിൽ നിന്ന് പിടികൂടിയ സിന്ധുവിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിച്ചു. ഇന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. റാക്കറ്റുമായി ബന്ധപ്പെട്ടടക്കം കൂടുതൽ തെളിവുകളും പുറത്തേക്ക് എത്തുകയാണ്. അതായത് മുഖ്യപ്രതിയായിട്ടുള്ള സിന്ധുവിൻ്റെ എന്ന് പറയുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ റാക്കറ്റിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ വ്യക്തമായിരുന്നു. ഈ വിദേശത്ത് യുവതികളെ എത്തിച്ച ശേഷം അവരുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അയച്ചു നൽകും. അങ്ങനെയാണ് ഇവർ ഡീല് ഉറപ്പിച്ചിരുന്നത്. അത് സൂചിപ്പിക്കുന്ന ചാറ്റുകൾ അടങ്ങിയ ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തും. അതായത് ഓരോ തവണയും ലൈംഗിക ചൂഷണത്തിന് ഈ യുവതികളെ വിധേയമാക്കുമ്പോൾ റാക്കറ്റിലേക്ക് എത്തിയിരുന്നത് 25,000-ഓളം രൂപയാണ്. അങ്ങനെ ലക്ഷങ്ങളുടെ ഇടപാടാണ് അവിടെ നടന്ന് വന്നിരുന്നത്. മാത്രമല്ല ഈ ലൈംഗിക ചൂഷണത്തിന് യുവതികളെ വിധേയമാക്കുമ്പോൾ അത് ഈ റാക്കറ്റ് ഒളിക്യാമറയിൽ പകർത്തും. അങ്ങനെ ആ ഒളിക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ അത് പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ട് പലരും പരാതി നൽകാൻ മടിക്കും. ഇതൊക്കെയാണ് നടന്നിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ സിന്ധുവുമായി ബന്ധപ്പെട്ട ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണമുണ്ട്. അതോടൊപ്പം ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില താരങ്ങൾക്ക്, ചില സിനിമാ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്ന ഇൻഫോർമേഷനും പോലീസിന് മുന്നിലേക്ക് മൊഴികളായൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് ഈ റാക്കറ്റുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വിവിധ ആംഗിളുകളിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ചില പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഗുണ്ടാബന്ധം ചില പ്രതികൾക്കുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളും നോക്കുകയാണ്. 3 പേരാണ് ഇപ്പോൾ ഇതിനോടകം അറസ്റ്റിലായിരിക്കുന്നത്. സിന്ധുവിനെ കൂടാതെ മുൻപ് 2 പേർ അറസ്റ്റിലായിരുന്നു. മഞ്ജിമ, അതോടൊപ്പം തന്നെ അലീന, അവർ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലാണ്, ജയിലിലാണ്. അപ്പോൾ ഈ സിന്ധുവിൻ്റെ അറസ്റ്റോടുകൂടി ഇവരെ 3 പേരെയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. വിദേശത്തുള്ള 2 പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്റർപോളിനെ സമീപിക്കാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അനുദിനം ഓരോ വിവരങ്ങൾ, ഓരോ തെളിവുകളടക്കം പുറത്തേക്ക് വരുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.